ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലീഗൽ മെട്രോളജി 2023 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ കെമിസ്ട്രി പാർട്ടിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ 14ാമത്തെ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്: വാട്ട് ഹാപ്പൻസ് ഇഫ് ദി അയോണിക് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് സോൾട്ട് എക്സീഡ് ഇറ്റ്സ് സോലബിലിറ്റി പ്രോഡക്റ്റ്. അപ്പം ചോദ്യം ഇതാണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്യുവാണ്. അപ്പം സൊല്യൂഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ അയോണിക് പ്രോഡക്റ്റ്, സോൾട്ടിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ കൂടി നിൽക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ എക്സീഡ് ചെയ്ത് കൂടി നിൽക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്നതിൽ ഏത് ഇൻഫർമേഷനാണ് ശരിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? നോക്കിക്കേ, സൊല്യൂഷൻ ബിക്കം ഹോമോജീനിയസ്, സൊല്യൂഷൻസ് ബിക്കം അൺസാച്ചുറേറ്റഡ്, സൊല്യൂഷൻസ് ബിക്കം സൂപ്പർ സാച്ചുറേറ്റഡ്, സൊല്യൂഷൻസ് ബിക്കം സാച്ചുറേറ്റഡ്. അപ്പോൾ ഇതിൽ ഏതാണ് ഈ പറയുന്ന അയോണിക് പ്രോഡക്റ്റ് എക്സീഡ് സോലബിലിറ്റി പ്രോഡക്റ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സോലബിലിറ്റി പ്രോഡക്റ്റ്, എന്താണ് അയോണിക് പ്രോഡക്റ്റ്, ദെൻ ഈ സോലബിലിറ്റി പ്രോഡക്റ്റും അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് സൊല്യൂഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. നോക്കിക്കേ, അപ്പം the ionic product is the product of the molar concentrations of the ions in a solutions at any point of time regardless of whether the system is at equilibrium or not. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ സിസ്റ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ അത് എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആവണം എന്ന് നിർബന്ധമില്ല. ആയാലും പ്രശ്നമില്ല, ആയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെയുള്ള ആ സൊല്യൂഷനിലുള്ള അയോൺസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസിൻ്റെ പ്രൊഡക്റ്റ്, ഓക്കെ, അയോൺസിൻ്റെ മോളാർ കോൺസെൻട്രേഷൻസിൻ്റെ പ്രൊഡക്റ്റ് അറ്റ് എനി പെർട്ടിക്കുലർ ടൈം, അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അതാണ് അയോണിക് പ്രോഡക്റ്റ്. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഇൻ സൊല്യൂഷൻ അറ്റ് എനി ഗിവൺ പോയിന്റ്. അത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആവാതിരിക്കുക, നിർബന്ധമൊന്നുമില്ല. ഇനി സോലബിലിറ്റി പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സോലബിലിറ്റി പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ അതൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് അപ്ലൈസ് ടു ദ ഡിസോസിയേഷൻ ഓഫ് സ്പാരിംഗ്ലി സോലബിൾ സോൾട്ട്. ഇനി എങ്ങനെയുള്ളവരുടെ കേസിലാണ് നമ്മൾ സോലബിലിറ്റി പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്പാരിംഗ്ലി സോലബിൾ ആയിട്ടുള്ള സോൾട്ടിന്റെ കേസസിലാണ് നമ്മൾ സോലബിലിറ്റി പ്രോഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് അത് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നമ്മൾ യൂഷ്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് അറ്റ് ഇക്വിലിബ്രിയം ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി സെയിം ഫോർമുല ആസ് ദ അയോണിക് പ്രോഡക്റ്റ് ബട്ട് സ്പെസിഫിക്കലി അറ്റ് ദ സാച്ചുറേഷൻ പോയിന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അയോണിക് പ്രോഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ തന്നെ അയോൺസിന്റെ മോളാർ കോൺസെൻട്രേഷൻസിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ കണ്ടീഷൻ ഇതാണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലായിരിക്കണം, ദെൻ സാച്ചുറേഷൻ പോയിന്റിലായിരിക്കണം നമ്മുടെ സിസ്റ്റം, ആൻഡ് ഇറ്റ് ഷുഡ് ബി എ സ്പാരിംഗ്ലി സോലബിൾ സോൾട്ട്. ഇത്രയും കണ്ടീഷൻസ് കൂടെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സോലബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിവിടെ വേണ്ടുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ 6 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഈ അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റും, ഒന്നെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് കുറവ് സോലബിലിറ്റി പ്രോഡക്റ്റ് കൂടുതലാവാം, അല്ലെങ്കിൽ സോലബിലിറ്റി പ്രോഡക്റ്റ് കുറവ് അയോണിക് പ്രോഡക്റ്റും കൂടി നിൽക്കാം, അല്ലെങ്കിൽ അയോണിക് പ്രോഡക്റ്റിൻ്റെയും സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെയും വാല്യൂസ് ഈക്വൽ ആയിട്ട് വരാം. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടീഷൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. നോക്കിക്കേ, ഇഫ് അയോണിക് പ്രോഡക്റ്റ് ഈസ് ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് കണ്ടീഷൻ. അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറവും സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ വാല്യൂ കൂടുതലുമാണ് എന്നുണ്ടെങ്കിൽ പ്രസിപ്പിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നോ പ്രസിപ്പിറ്റേഷൻ വിൽ ഓക്കർ. അവിടെ പ്രത്യേകിച്ച് പ്രസിപ്പിറ്റേഷൻസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇനി കണ്ടീഷൻ നേരെ തിരിയുവാണ്. അയോണിക് പ്രോഡക്റ്റ് ആണ് കൂടി നിൽക്കുന്നത് കമ്പയർഡ് ടു സോലബിലിറ്റി പ്രോഡക്റ്റ്. സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ അയോണിക് പ്രോഡക്റ്റ് കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യും. ഓക്കെ, ഇനി അയോണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റും ഈക്വൽ ആണെന്നുണ്ടെങ്കിലും അവിടെ പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യത്തില്ല. ഓക്കെ, അപ്പം പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അയോണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ സോലബിലിറ്റി പ്രോഡക്റ്റിന്റെ വാല്യൂവിനെക്കാട്ടിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. അയോണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ സോലബിലിറ്റി പ്രോഡക്റ്റിന്റെ വാല്യൂ ഈക്വൽ ആണെന്നുണ്ടെങ്കിലോ, അയോണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിലോ പ്രസിപ്പിറ്റേഷൻസ് ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു അയോണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ ലെസ് ദാൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ആണ്, നോ പ്രസിപ്പിറ്റേഷൻ ആണ്, അവിടെ പ്രസിപ്പിറ്റേഷൻ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഈ അയോണിക് പ്രോഡക്റ്റിന്റെ വാല്യൂ സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിൽ കുറവാവുന്നത് ഏത് കണ്ടീഷൻസിലാണ്, എങ്ങനെയുള്ള സൊല്യൂഷൻസിലാണ്?
അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസിൻ്റെ കേസിലാണ് അയോണിക് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ സോലബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെക്കാട്ടിൽ കുറഞ്ഞു നിൽക്കുകയും പ്രസിപ്പിറ്റേഷൻ ഫോം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻസിൻ്റെ കണ്ടീഷനാണ് അയോണിക് പ്രൊഡക്റ്റ് ലെസ് ദാൻ സോലബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താ വരുന്നത്? അയോണിക് പ്രൊഡക്റ്റും സോലബിലിറ്റി പ്രൊഡക്റ്റും ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം സോൾബിലിറ്റി പ്രൊഡക്റ്റ് കൂടിയും അയോണിക് പ്രൊഡക്റ്റ് കുറഞ്ഞു നിൽക്കുന്ന കണ്ടീഷൻ എന്തായിരിക്കും? സൂപ്പർ സാച്ചുറേറ്റഡ് ആയിരിക്കും കേട്ടോ. അയോണിക് പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടി സോലബിലിറ്റി പ്രൊഡക്റ്റിന്റെ വാല്യൂ കുറഞ്ഞ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്ന കണ്ടീഷനാണ് എന്ത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻസിന്റെ കണ്ടീഷൻ. ഓക്കെ ആണേ? അപ്പം ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അയോണിക് പ്രൊഡക്റ്റിന്റെ സോലബിലിറ്റി പ്രൊഡക്റ്റിന്റെ വാല്യൂസ് എങ്ങനെയൊക്കെ മാറാം. അയോണിക് പ്രൊഡക്റ്റിന്റെ വാല്യൂ കൂടി നിൽക്കുകയാണ് കമ്പയർഡ് ടു സോലബിലിറ്റി പ്രൊഡക്റ്റ്, അവിടെ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? പ്രസിപ്പിറ്റേഷൻ നടക്കുകയുള്ളൂ. സോലബിലിറ്റി പ്രൊഡക്റ്റ് കൂടി നിൽക്കുകയാണ് കമ്പയർഡ് ടു അയോണിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ സോലബിലിറ്റി പ്രൊഡക്റ്റും അയോണിക് പ്രൊഡക്റ്റും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കത്തില്ല. ഇനി ഈ ഓരോ കണ്ടീഷൻസും ഏതൊക്കെ സൊല്യൂഷൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അയോണിക് പ്രോഡക്റ്റ് ലെസ് ദാൻ സോലബിലിറ്റി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അയോണിക് പ്രൊഡക്റ്റും സോലബിലിറ്റി പ്രൊഡക്റ്റും തുല്യമാണെന്നുണ്ടെങ്കിൽ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോലബിലിറ്റി പ്രൊഡക്റ്റ് കൂടി നിൽക്കുകയാണ്, അയോണിക് പ്രോഡക്റ്റ് കൂടി നിൽക്കുകയാണ്, സോലബിലിറ്റി പ്രോഡക്റ്റ് കുറഞ്ഞു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്കൊന്ന് പോയിക്കേ. എന്തായിരുന്നു ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിരുന്നത്? ഇഫ് അയോണിക് പ്രോഡക്റ്റ് എക്സീഡ് സോലബിലിറ്റി പ്രോഡക്റ്റ്, അയോണിക് പ്രോഡക്റ്റ് കൂടി നിൽക്കുകയാണ് കമ്പയർഡ് ടു സോലബിലിറ്റി പ്രോഡക്റ്റ്. അയോണിക് പ്രോഡക്റ്റ് കൂടി നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും ആൻഡ് സൊല്യൂഷൻ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? സൊല്യൂഷൻസ് ബിക്കം സൂപ്പർ സാച്ചുറേറ്റഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. സിമ്പിൾ ചോദ്യമല്ലേ? ആ ഒരു ടേബിൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 64ാമത്തെ ചോദ്യം. വാട്ട് ഈസ് കെവ്ലാർ? എന്താണ് കെവ്ലാർ എന്ന് പറഞ്ഞാൽ? ഓക്കെ, മെലാമിൻ ഫോർമാൽഡിഹൈഡ് ആണ്, ഒരു പോളിമർ ആണ്. അവരുടെ യഥാർത്ഥ പേരാണ് ചോദിച്ചിട്ടുള്ളത്, കെമിക്കൽ നെയിമാണ്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് ആണോ, ഫിനോൾ ഫോർമാൽഡിഹൈഡ് ആണോ, പോളി ഫെനിലീൻ താലമൈഡ് ആണോ, ഫീനൈൽ ടെറിഫ്താലമൈഡ് ആണോ, അതോ പോളിമെറ്റാഫിനൈൽ ഫെനിലീൻ ഐസോതാലിമൈഡ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം മെലാമിൻ ഫോർമാൽഡിഹൈഡ്, ഫിനോൾ ഫോർമാൽഡിഹൈഡ്, പോളി ഫെനിലീൻ ടെറിഫ്താലമൈഡ്, ഫെനിലീൻ ഐസോതാലമൈഡ്, ഏതാണ് ശരിയായിട്ടുള്ളത് നോക്കിക്കേ. കെവ്ലാർ ഈസ് എ ട്രേഡ് മാർക്ക്ഡ് നെയിം ഫോർ പോളി ഫെനിലീൻ ടെറിഫ്താലമൈഡ്, എ സ്ട്രോങ് ഹൈ പെർഫോമൻസ് സിന്തറ്റിക് ഫൈബർ നോൺ ഫോർ ഇറ്റ്സ് യൂസ് ഇൻ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്, എയർക്രാഫ്റ്റ് പാനൽസ് എക്സെട്ര. അപ്പം ഇവിടുന്ന് മറ്റൊരു തരത്തിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബുള്ളറ്റ് പ്രൂഫ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിമർ ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൽ യൂസ് ചെയ്യുന്ന പോളിമർ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതും കെവ്ലാർ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ബുള്ളറ്റ് പ്രൂഫ്സിൽ എയർക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സിന്തറ്റിക് പോളിമർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെവ്ലാർ ആണ്. ആൻഡ് അവരുടെ കെമിക്കൽ നെയിമും കൂടെ ഓർത്ത് വെച്ചേക്കുക, പോളി ഫെനിലീൻ ടെറിഫ്താലമൈഡ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 65ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ? തന്നിട്ടുള്ളതിൽ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ ആർക്ക് എന്നാണ് ചോദ്യം. കോൾ ആണോ, പെട്രോൾ ആണോ, മീതെയിൻ ആണോ, LPG ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം കലോറിഫിക് വാല്യൂ എന്താണെന്ന് നോക്കിക്കേ. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram ഓഫ് ഫ്യൂവൽ. അപ്പോൾ 1 kilogram ഓഫ് ഏത് ഫ്യൂവൽ ആയിക്കോട്ടെ, അവരെ നമ്മൾ കത്തിക്കുമ്പം അവിടെ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി. ഓക്കെ, 1 kilogram ഓഫ് ഫ്യൂവൽ കത്തിക്കുമ്പോൾ അവിടെ നിന്നും പ്രൊഡ്യൂസ്ഡ് ആവുന്ന ഹീറ്റ് എനർജി, അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓരോ ടൈപ്പ് ഓഫ് ഫ്യൂവലിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കലോറിഫിക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കലോറിഫിക് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൗഡങ്ങിനൊക്കെയാണ് ഏറ്റവും കലോറിഫിക് വാല്യൂ കുറവുള്ളത് കേട്ടോ. ദെൻ വുഡ്, ദെൻ കോള്, ദെൻ പെട്രോള്, കെറോസിൻ, ഡീസലിനൊക്കെ ഏകദേശം ഒരേ റേഞ്ചാണ്. പെട്രോള്, കെറോസിൻ, ഡീസലിനൊക്കെ. ദെൻ അതിനുശേഷം മീതെയിൻ, CNG സെയിം റേഞ്ചാണ്, 50,000 kJ/kg ആണ് വരുന്നത്. ദെൻ LPG 55,000 ഉണ്ട്. ബയോഗ്യാസ് ഒരു 35,000 to 40,000 റേഞ്ചിൽ. പിന്നെ ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. അതും ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള
ഫ്യൂവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ്റെ കേസിലാണ് 1,50,000 റേഞ്ചിൽ കിലോ ജൂൾ പെർ കിലോഗ്രാംസ് ആണ് അവരുടെ കലോറിഫിക് വാല്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? കോള്, പെട്രോള്, മീഥേൻ, LPG. ഓക്കെ, കോള്, പെട്രോള്, മീഥേൻ, LPG. ഓരോരുത്തരുടെ വാല്യൂസ് നോക്കിക്കേ. കോളിൻ്റെ ഒരു 25,000 to 30,000 റേഞ്ച്, പെട്രോളിൻ്റെ 45,000 റേഞ്ച്, മീഥേൻ്റെ 50,000 റേഞ്ച്, LPGയുടെ 55,000 റേഞ്ച്. അപ്പോൾ ഇത് നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് 55,000 LPGക്കാണ് ഏറ്റവും ഉയർന്ന കലോറിഫിക് വാല്യൂ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ആ പ്രാവശ്യത്തെ ആൻസർ കീക്കകത്ത് അവർ തന്നിട്ടുണ്ടായിരുന്ന ആൻസർ മീഥേൻ ആണ്. പക്ഷെ നമുക്ക് ഈ ഡേറ്റാസ് വെച്ച് നോക്കുമ്പോൾ മീഥേന് 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം മാത്രമേ ഉള്ളൂ കലോറിഫിക് വാല്യൂ. അതിനെക്കാട്ടിൽ കൂടുതൽ 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ആരുടെ കേസിൽ വരുന്നത്? LPGയുടെ കേസിൽ വരുന്നത് കേട്ടോ. സോ LPG ആണ് കലോറിഫിക് മൂല്യം മീഥേനെക്കാട്ടിൽ കൂടുതലുള്ളത്. പക്ഷേ ആ പ്രാവശ്യത്തെ ആൻസർ കീയിൽ നമുക്ക് മീഥേൻ ആയിരുന്നു തന്നത് കേട്ടോ. ഫൈനൽ ആൻസർ കീ വന്നപ്പോഴും മീഥേൻ ആയിരുന്നു ആൻസറായിട്ട് അവർ കൊടുത്തിരുന്നത്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം നോക്കാം. 67ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദി ഹൈബ്രിഡൈസേഷൻ ഇൻ കാർബൺ നാനോ ട്യൂബ്സ്? കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുമ്പോൾ കാർബണിൻ്റെ ഒരു എലോട്രോപ്പാണ് അല്ലേ. നമ്മുടെ ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറീൻസ് ഒക്കെ പോലെ നമുക്ക് കാർബണിൻ്റെ ഒരു എലോട്രോപ്പായിട്ട് കൺസിഡർ ചെയ്യാം കാർബൺ നാനോ ട്യൂബ്സിനെ. അതേപോലെ തന്നെ നാനോ കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ് കാർബൺ നാനോ ട്യൂബ്സ്. അപ്പോൾ അവരുടെ ഹൈബ്രിഡൈസേഷൻ, അവിടെയുള്ള കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. sp3 ആണോ, sp3d2 ആണോ, sp2 ആണോ, dsp2 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് കാർബൺ നാനോ ട്യൂബ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് നോക്കാം. Carbon nanotubes are cylindrical carbon allotropes with a hexagonal lattice structure similar to a rolled up sheet of graphene. അപ്പോൾ ഗ്രാഫീനിൻ്റെ ഒരു ഷീറ്റിനെ നമ്മളൊരു സിലിണ്ടർ ആയിട്ട് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള ഒരു ഘടനയാണ് ആക്ച്വലി ആർക്കുള്ളത്? നമ്മുടെ ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ്സിനുള്ളത്. ഓക്കെ, ഗ്രാഫീനിൻ്റെ സ്ട്രക്ചറിനെ ഇങ്ങനെ റോൾ ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലോട്ട് മാറ്റുന്ന ഘടന, അതാണ് ആക്ച്വലി കാർബൺ നാനോ ട്യൂബ്സിന് ഉള്ളത്. നമ്മുടെ ഹെക്സഗണൽ ലാറ്റിസ് സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, ദർ എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ യൂണിക് സ്ട്രക്ചർ ആൻഡ് ദ sp2 ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി കാർബൺ ആറ്റംസ്. ഓർത്തിരിക്കുക, കാർബൺ നാനോ ട്യൂബ്സിനകത്ത് ഇൻഡിവിജ്വൽ കാർബൺ ആറ്റംസിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. കാർബൺ നാനോ ട്യൂബ്സിനകത്ത് ഇൻഡിവിജ്വൽ കാർബൺ ആറ്റംസ് sp2 ഹൈബ്രിഡൈസേഷനിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കാർബണിൻ്റെ മറ്റെലോട്രോപ്സ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറീൻസും ഒക്കെ അല്ലേ. അപ്പോൾ അവരുടെ കേസിലേയും കൂടെ ഹൈബ്രിഡൈസേഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം. ഡയമണ്ടിൻ്റെ കേസിൽ കാർബൺ sp3 ഹൈബ്രിഡൈസേഷനിലാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡയമണ്ടിനകത്ത് കാർബൺ sp3 ഹൈബ്രിഡൈസേഷനിലാണ് ഉള്ളത്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റിൻ്റെ കേസിലും കാർബൺ sp2 ഹൈബ്രിഡൈസേഷനിലാണ് പങ്കെടുത്തിട്ടുള്ളത്. അതും കൂടെ നോക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ കേസിൽ sp2 ഹൈബ്രിഡൈസേഷനിലാണ് കാർബൺ ഉള്ളത്. ഡയമണ്ടിൻ്റെ കേസ് വരുമ്പോഴത്തേന് sp3 ഹൈബ്രിഡൈസേഷനിലാണ് കാർബൺ ഉള്ളത്. ആൻഡ് ഗ്രാഫൈറ്റിൻ്റെ കേസ് വരുമ്പോഴത്തേനും sp2 ഹൈബ്രിഡൈസേഷനിലാണ് കാർബൺ ഉള്ളത് കേട്ടോ. ഇത് മൂന്നും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 68ാമത്തെ ചോദ്യം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് എ ടോപ്പ് ഡൗൺ മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് നാനോ മെറ്റീരിയൽസ്? നമ്മുടെ നാനോ കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മൾ നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ടോപ്പ് ഡൗൺ അപ്രോച്ചും ഉണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ചും ഉണ്ട്. ഓക്കെ, ടോപ്പ് ഡൗൺ അപ്രോച്ചും ഉണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ചും ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ടോപ്പ് ഡൗൺ ആൻഡ് ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ. ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടെന്നുള്ള മീനിങ് അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ, വലിയ പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് ചെയ്തു? കുഞ്ഞു പീസ്, അതായത് വലിയ പാർട്ടിക്കിൾ സൈസിൽ നിന്നും
നാനോ പാർട്ടിക്കിൾ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ടോപ്പ് ഡൗൺ, വലുതിൽ നിന്ന് ചെറുതിലേക്കുള്ള കൺവേർഷൻ. വലിയൊരു പാർട്ടിക്കിൾ സൈസുള്ള ആളിനെ നമ്മൾ നാനോ റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അപ്പോൾ എന്തായിരിക്കും ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി വളരെ ചെറുതായിട്ടുള്ളത്, അതായത് നാനോ സ്കെയിലിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ് പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ചേർന്നിട്ട് നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നു. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് നാനോ പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യാം. ഒന്നെങ്കിൽ വലിയ പാർട്ടിക്കിൾസിനെ ഇടിച്ചിടിച്ച് ചെറുതാക്കി നാനോ പാർട്ടിക്കിൾ റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അല്ലെന്നുണ്ടെങ്കിൽ തീരെ ചെറുത്, നാനോ പാർട്ടിക്കിൾസിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസിനെ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടും നമുക്ക് നാനോ പാർട്ടിക്കിൾസിനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നാനോ പാർട്ടിക്കിൾസിൻ്റെ പ്രിപ്പറേഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടോപ്പ് ഡൗൺ മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോൾ ജെൽ ആണോ, ബോൾ മില്ലിംഗ് ആണോ, സോൾവോ തെർമൽ ആണോ, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ് ആണോ? അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ്സ് ആണ് നമുക്ക് ടോപ്പ് ഡൗൺ മെത്തേഡിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. ടോപ്പ് ഡൗണിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ദർ ആർ ടു അപ്രോച്ചസ് ടു ദ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ്? ബോട്ടം അപ്പ് ആൻഡ് top down. In top down approach, nanoscale devices are created by using larger extremely controlled devices to direct their assembly. Top down എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജർ ആയിട്ടുള്ള ആളുകളെ കൺട്രോൾഡ് ഡിവിഷൻ വഴി നാനോ സ്കെയിലിലേക്ക് മാറ്റുന്നു. ആൻഡ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഓഫൺ യൂസസ് ദ ട്രഡീഷണൽ വർക്ക്ഷോപ്പ് ഓർ മൈക്രോ ഫാബ്രിക്കേഷൻ മെത്തേഡ്സ് ഇൻ വിച്ച് ഡിഫറെൻറ്റ് ടൂൾസ് ആർ യൂസ്ഡ് ടു കട്ട്, മിൽ ആൻഡ് ഷേപ്പ് മെറ്റീരിയൽസ് ഇൻ ടു ഡിസൈർഡ് ഷേപ്പ് ആൻഡ് ഓർഡർ. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ വലിയ സൈസുള്ള ഒരാളിനെ ചെറുതാക്കി നാനോ സ്കെയിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിനെ കട്ട് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മില്ല് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ഷേപ്പ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നാനോ സ്കെയിലോട്ട് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ ഹൈലി കൺട്രോൾഡ് ആയിട്ടുള്ള കട്ടിങ്, മില്ലിങ്, ഷേപ്പിംഗ് പ്രോസസ്സൊക്കെ വഴിയാണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് നമ്മൾ നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിനെ നിർമ്മിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ ഈ എഴുതിയിട്ടുള്ള അത്രയും മെത്തേഡ്സ് നോക്കി വെച്ചേക്കുക. ടോപ്പ് ഡൗൺ അപ്രോച്ചിനകത്ത് വരുന്നതാണ് അട്രീഷൻ ഉണ്ട്, മില്ലിംഗ് ഉണ്ട്, ലേസർ അബ്ലേഷൻ ഉണ്ട്, സ്പട്ടറിങ് ഉണ്ട് കേട്ടോ. ഈ പറയുന്ന 4 മെത്തേഡ്സും ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ എക്സാമ്പിളാണ്. അതായത് വലിയ സൈസുള്ള പാർട്ടിക്കിൾസിൽ നിന്നും നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിലേക്കുള്ള കൺവേർഷൻ. അട്രീഷൻ, മില്ലിംഗ്, ലേസർ അബ്ലേഷൻ, സ്പട്ടറിങ്. ഓക്കെ, ഇനി ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നാനോ പാർട്ടിക്കിൾസിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള പാർട്ടിക്കിൾസ് പരസ്പരം ചേർന്നിട്ട് നാനോ സ്കെയിലിലേക്ക് മാറ്റുന്നു. അതാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. അതിനകത്ത് എന്തൊക്കെ വരും? ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ഉണ്ട്, സോൾ ജെൽ മെത്തേഡ് ഉണ്ട്, സോൾവോ തെർമൽ അല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ സിന്തസിസ് ഉണ്ട്, മൈക്രോവേവ് അസിസ്റ്റഡ് സിന്തസിസ് അല്ലെ മൈക്രോവേവ് മെത്തേഡ്സ് വരുന്നുണ്ട്, ദെൻ കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. ടോപ്പ് ഡൗണിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നു അട്രീഷൻ ഉണ്ട്, മില്ലിംഗ് ഉണ്ട്, ലേസർ അബ്ലേഷൻ ഉണ്ട്, സ്പട്ടറിങ് ഉണ്ട്. ഓക്കെ, ആൻഡ് ബോട്ടം അപ്പ് അപ്രോച്ചിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഹോമോജീനിയസ് ന്യൂക്ലിയേഷൻ ഉണ്ട്, സോൾ ജെൽ മെത്തേഡ് ഉണ്ട്, സോൾവോ തെർമൽ അല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ മെത്തേഡ്സ് ഉണ്ട്, ദെൻ മൈക്രോവേവ് സിന്തസിസ് ഉണ്ട്, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എന്തായിരുന്നു നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരുന്നത്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് എ ടോപ്പ് ഡൗൺ മെത്തേഡ്? ടോപ്പ് ഡൗൺ മെത്തേഡിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ സോൾ ജെല്ല്, സോൾവോ തെർമൽ, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ, ഇത് 3 നമ്മൾ ഏതിലാണ് പഠിച്ചത്? ബോട്ടം അപ്രോച്ചിലാണ് അല്ലേ. സോൾ ജെല്ല്, സോൾവോ തെർമൽ, കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ, ഇത് 3 ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ടോപ്പ് ഡൗണിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ അട്രീഷൻ, ബോൾ മില്ലിങ്, ലേസർ അബ്ലേഷൻ, സ്പട്ടറിങ് ഒക്കെ പഠിച്ചത്. ഓക്കെ, സോ അത് ടോപ്പ് ഡൗണിൻ്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഓരോ മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. ജസ്റ്റ് നിങ്ങൾ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് പോവുക. അടുത്ത ചോദ്യം നോക്കാം. 69ാമത്തെ ചോദ്യമാണ്. Then what is the main ingredient of cement? സിമെന്റിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണ് എന്നാണ് ചോദ്യം. സിലിക്കൺ ഡയോക്സൈഡ്, കാൽഷ്യം കാർബണേറ്റ്, അലൂമിനിയം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ഇതിലേതാണ് സിമെന്റിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്നാണ് ചോദ്യം. ഓക്കെ, സിമെന്റിന്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ ഏതാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കേ നിങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസും അവരുടെ പെർസെൻറ്റേജും കൂടെ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് ഏകദേശം
50 to 60% കാൽഷ്യം ഓക്സൈഡിൻ്റെ പെർസെൻറ്റേജ് വരുന്നത്. ദെൻ സിലിക്കൺ ഡയോക്സൈഡ് ഏകദേശം 20 to 25%. ദെൻ അലൂമിനിയത്തിൻ്റെ ഓക്സൈഡുകൾ ഒരു 5 to 10% ഉണ്ട്. ദെൻ മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡാണ് ഒരു 2 to 3%. ദെൻ അയണിൻ്റെ ഓക്സൈഡുകൾ ഒരു 1 to 2%. ദെൻ SO3 ഒരു 1 to 2% തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ളത് ആരാണ്? കാൽഷ്യം ഓക്സൈഡ്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലുള്ളത് ആരാണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്, SiO2 ആണ് കേട്ടോ. അത് രണ്ടൊന്ന് ഓർഡറിൽ ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും കൂടുതലുള്ളത് കാൽഷ്യം ഓക്സൈഡ്, ലൈമാണ്. 2 സിലിക്കൺ ഡയോക്സൈഡുമാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കുക അത്. അപ്പം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് തന്നെയാണ്. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. പിന്നെ നിങ്ങൾ സിമെൻറ്റ് പഠിക്കുന്ന സമയത്ത് സെറ്റിലിംഗ് ഓഫ് സിമെൻറ്റും അതുപോലെ ജിപ്സത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ സിമെൻറ്റ് സെറ്റിംഗ്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അതുമായിട്ടും ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ആ പോർഷൻസും കൂടെ നിങ്ങൾ ഒന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം 70ാമത്തെ ചോദ്യം നോക്കാം. 70ാമത്തെ ചോദ്യം ആക്ച്വലി ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ് കേട്ടോ. നമ്മുടെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഓപ്ഷനകത്ത് വരുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. പക്ഷെ അതുകൂടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെയും കൂടെ ആൻസർ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ നോക്കാം. ചൂസ് ദി കറക്റ്റ് റിഡോക്സ് ഇൻഡിക്കേറ്റർ. റിഡോക്സ് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. മെത്തിലീൻ ബ്ലൂ ഉണ്ട്, ഡൈഫിനൈൽ അമീൻ ഉണ്ട്, എറിയോക്രോം ബ്ലാക്ക് ടീ ഉണ്ട്, തൈമോൾ ബ്ലൂ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ടൈട്രേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിൽ, കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്, റിഡോക്സ് ടൈട്രേഷൻസ്, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ടൈട്രേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ ടൈട്രേഷൻസിലും വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിളിനും അനുയോജ്യമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഓരോ മെത്തേഡ്സിലും യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് റിഡോക്സ് ഇൻഡിക്കേറ്ററിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് റിഡോക്സ് ടൈട്രേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇൻഡിക്കേറ്റർ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. മെത്തിലീൻ ബ്ലൂ ആണോ, ഡൈഫിനൈൽ അമീൻ ആണോ, എറിയോക്രോം ബ്ലാക്ക് ടീ ആണോ, തൈമോൾ ബ്ലൂ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. A redox titration involves a reaction where oxidation and reduction occur simultaneously, and in the titration of potassium permanganate with more salt, KMnO4 act as the strong oxidant and more salt act as the reducing agent. അപ്പോൾ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ ടൈട്രേഷനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരാൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും, അടുത്ത ആൾ റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കും, മറ്റേയാൾക്ക് റിഡക്ഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടൈട്രേഷൻസ് ആണ് റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് മോർ സാൾട്ടും പൊട്ടാസ്യം പെർമാംഗനേറ്റും തമ്മിലുള്ള ടൈട്രേഷൻസ് കൺസിഡർ ചെയ്താൽ അവിടെ KMnO4 സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതേസമയം മോർ സാൾട്ട് എന്താണ് ഇവിടുത്തെ? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരാൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആകുമ്പോൾ മറ്റേ ആൾ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, മറ്റേ ആൾക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ സെയിം ടൈട്രേഷനിൽ തന്നെ ഒരാൾ ഓക്സിഡേഷനും അടുത്ത ആൾ റിഡക്ഷനും വിധേയമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ടൈട്രേഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് പറയുന്നത്. ദ റിയാക്ഷൻ ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ 2 സ്പീഷീസ് മേക്കിംഗ് ഇറ്റ് എ റിഡോക്സ് ടൈട്രേഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ റിഡോക്സ് ടൈട്രേഷൻ എന്ന് പറയുന്നത്? കാരണം ഇവിടെ ടൈട്രേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുക. ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, മറ്റേ ആൾ ഇലക്ട്രോൺസിനെ മേടിക്കുന്നു. ഒരാൾക്ക് അതുകൊണ്ട് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, മറ്റേ ആൾക്ക് അതുകൊണ്ട് റിഡക്ഷൻ സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ 2 പേർക്കിടയിൽ സൈമൾട്ടേനിയസ്ലി നടക്കുന്നതുകൊണ്ടാണ് ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റേയാൾക്ക് റിഡക്ഷനും സംഭവിക്കുന്നത്. ആൻഡ് അത്തരത്തിലുള്ള ടൈട്രേഷൻസിനെ നമ്മൾ റിഡോക്സ് ടൈട്രേഷൻസ് എന്ന് വിളിക്കുന്നത്. Methylene blue, diphenyl amine are both redox indicator. However, Ereochrome black tea is a complexometric indicator and Thymol blue is a pH indicator. Thymol blue ഒക്കെ നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആകത്ത് pH ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് pHന്റെ വേരിയേഷൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കളർ ചേഞ്ച് കാണിക്കുന്നവർ. അത് നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് തൈമോൾ ബ്ലൂ ഒക്കെ. എറിയോക്രോം ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ ആണ്. പക്ഷേ മെത്തിലീൻ ബ്ലൂവും ഡൈഫിനൈൽ അമീനും ഈ 2 പേരെയും നമ്മൾ റിഡോക്സ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ആ ടൈമിൽ നടന്ന എക്സാമിന് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചോദ്യം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫൈനൽ കീ വന്ന സമയത്ത് ഡിലീറ്റ് ചെയ്ത ചോദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോ ടൈപ്പ് ഓഫ് ടൈട്രേഷൻസിലും നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസിൽ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, അതുപോലെ അതിൽ അസിഡിക് സ്വഭാവമുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആരൊക്കെയാണ്, ബേസിക് pHൽ വർക്ക് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ ഓരോ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സും ആസിഡ് മീഡിയത്തിൽ ഏത് നിറം കാണിക്കുന്നു, ബേസിക് മീഡിയത്തിൽ ഏത് നിറം കാണിക്കുന്നു, അതായത് എൻ പോയിന്റിൽ അവർ ഏത് കളർ ചേഞ്ച് കാണിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ദെൻ റിഡോക്സ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾ
നോട്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ കോംപ്ലെക്സോമെട്രിക് ടൈറ്റേഷൻസിൽ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസ്, ദെൻ പൊട്ടൻഷ്യോമെട്രിക് കണ്ടക്ടോമെട്രിക് ടൈറ്റേഷൻസ്, അതെല്ലാം ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളൊരു 20ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10ഓളം ചോദ്യങ്ങളുണ്ട്. മൊത്തത്തിൽ 30 ചോദ്യങ്ങളായിരുന്നു നമുക്ക് കെമിസ്ട്രി ബേസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.